So, welcome back to another episode of Decoding English and Shoot Your Score Up with this vocabulary series. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പം കേട്ടാൽ അത്ര സുഖം തോന്നാത്തൊരു കാര്യമാണ് വൊക്കാബുലറിയുടെ ഗ്രാമർ. റൈറ്റ്. നൗ വൊക്കാബുലറി പഠിച്ച് IELTS പാസ്സാവാം, വൊക്കാബുലറി പഠിച്ച് PTE പാസ്സാവാം. ഇതിൻ്റെ ഇടയിൽ വൊക്കാബുലറിക്കും ഗ്രാമറോ? റൈറ്റ്. നൗ യെസ് ഇറ്റ് ഹാസ്. പക്ഷേ നിങ്ങൾ കരുതുന്ന അത്രത്തോളം ടാസ്ക് പിടിച്ചൊരു സംഭവമല്ല. സോ യു ഡോണ്ട് ഹാവ് ടു ബി റിയലി ബോദർ. നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് വൊക്കാബുലറിയുടെ ഒരു ഗ്രാമറിനെ കുറിച്ചുള്ള ഐഡിയ വേണമെന്ന് പറയുന്നത്? ഓൾ ദീസ് തിങ്സ് വി ആർ ഗോയിങ് ടു ചെക്ക് ഇൻ ദിസ് പെർട്ടിക്കുലർ എപ്പിസോഡ്. സോ വൊക്കാബുലറിയുടെ ഗ്രാമർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു സെൻറ്റൻസിൽ ആ ഒരു വാക്കിനെ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്നറിയാം. അത് ഇമ്പോർട്ടൻ്റാണ്. വെൽ, ഇഫ് യു ആസ്ക് മീ വാട്ട് ഐ എം സേയിങ്, പലപ്പോഴും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ സെൻറ്റൻസ് സ്ട്രക്ചർ ശരിയല്ല എന്ന് മിക്ക ട്രെയിനേഴ്സും എഴുതും. ഒരുപാട് വീക്കായിട്ടുള്ള റൈറ്റിംഗ് ആണെങ്കിൽ ചുമ്മാ അവിടെ സർക്കിൾ ചെയ്തിട്ട് ഇത് സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഇഷ്യൂ എന്ന് പറയും. സോ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഇഷ്യൂവിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഓരോ വാക്കിനെയും ആ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ എവിടെ കൊണ്ടുപോയി വെക്കണം എന്നുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. ആൻഡ് ഓരോ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഗ്രാമർ സ്റ്റഡീസ് ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് അസ് അതിനെ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്നുള്ളത്. ഓൾ റൈറ്റ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക് ദെൻ. ഇനി വൊക്കാബുലറിയുടെ വേർഡ് ഫോർമേഷൻ അല്ലെങ്കിൽ വേർഡ് ബിൽഡിംഗ് എന്ന് പറയും. ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമിനേഷൻസിൻ്റെ എല്ലാം ബാൻഡ് പ്രിസ്ക്രിപ്റ്റേഴ്സ് നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് വേർഡ് ഫോർമേഷൻ. വൊക്കാബുലറി എന്നുള്ളതിന് താഴെ വേർഡ് ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. സോ ഈ വേർഡ് ഫോർമേഷൻ കൊണ്ട് എന്താണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്? വെൽ, വേർഡ് ഫോർമേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റൂട്ട് വാക്കിൽ നിന്ന് പലതരത്തിലുള്ള വാക്കുകൾ വരുന്നത്. സോ ഇവിടെ നമ്മൾ 3 തരത്തിലാണ് വേർഡ് ഫോർമേഷൻ വരുന്നത്. ഒരെണ്ണം നമ്മൾ അഫിക്സേഷൻ എന്ന് പറയും, രണ്ടാമത്തത് നമ്മളതിനെ കൺവേർഷൻ എന്ന് പറയും, പിന്നെ കമ്പൗണ്ടിങ്. സോ ഈ 3 അഫിക്സേഷൻ എന്നുള്ള ഒരു വാക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു വേർഡ് എടുത്തിട്ട് അതിൻ്റെ പ്രിഫിക്സ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് ശേഷം സഫിക്സ് ആയിട്ടോ നമ്മൾ ചില ലെറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസം വരുന്നു. ഫോർ എക്സാമ്പിൾ, മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ എന്നാണ് അർത്ഥം. റൈറ്റ്. മാൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷമുള്ള. അൺമാൻലി എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമായി. സോ ഇത്തരം ഇൻഫർമേഷൻ എന്തിനാണ് നമ്മൾക്ക് ആവശ്യം? സോ ഈവൻ ഇഫ് വി ഡോണ്ട് നോ എ പെർട്ടിക്കുലർ വേർഡ്, അതിൻ്റെ പ്രിഫിക്സും സഫിക്സും നോക്കിയിട്ട് ഇത് ആക്ച്വലി എനിക്കൊരു പോസിറ്റീവ് സെൻസ് ആണോ തരുന്നത്, ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ആണോ തരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ വെയ്റ്റ്ലെസ്, ലെസ് എന്നുള്ള വാക്ക് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ഈ വെയ്റ്റ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി കുറവായിട്ടുള്ളതാണ്, ഇല്ലാത്തതാണ്. റൈറ്റ്. സോ വെയ്റ്റ്ലെസ്. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് പാസേജിനകത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ലിസ്ണിങ്ങിനകത്തൊക്കെ കുറേയൊക്കെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് വൈ വേർഡ് ഫോർമേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ കമന്റ് ബിലോ ഫോർ മോർ ഡീറ്റെയിൽസ്. ഓൾ റൈറ്റ്, ബൈ.